ബഷീറായിരുന്നോ? എന്താ പ്രത്യേകിച്ച്? ഞാൻ ഡോക്ടറെ ഉമ്മാന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാണ്. എന്നാ വാ വരൂ. ഉമ്മന്റെ കാര്യം കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കൈകൊണ്ട് പെട്ടെന്ന് ചെയ്യാം. ഞാൻ ഡോക്ടറെ നോക്കായിട്ടില്ല, ശ്രമിച്ചുകൊണ്ട് നിൽക്കും. എന്താ ചെയ്യാ? ഇനിയിപ്പോ ഞാൻ കിട്ടാത്ത പറഞ്ഞു. നിങ്ങളെ കാര്യം എനിക്ക് മനസ്സിലായി, അവസ്ഥ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ പരിമിതികളുണ്ടല്ലോ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റെസ്പോണ്ടുകളൊക്കെ ചെയ്തില്ല. ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ കേസുകൾ ഞങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ ചാരിറ്റിന്റെ കുറെ ഭാഗങ്ങളുണ്ട്, അത് മാറ്റി വെക്കും. എന്നാലും കുറച്ച് ഭാഗം കൂടി, കാരണം ഒരു വലിയ എമൗണ്ട് ആണല്ലോ, അപ്പോൾ കുറച്ച് ഭാഗം കൂടി നിങ്ങൾ കണ്ടെത്തണം. അപ്പം ചാരിറ്റി സംഘടനകളൊക്കെ ഉണ്ടല്ലോ, സഹായിക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാനും നല്ലത്. കാരണം ഈ കേസ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനെങ്കിൽ അതിൽ ബെറ്ററാണ്. കാത്തിരിക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പരമാവധി നോക്കട്ടെ. ഇപ്പൊ ഞാൻ ഡോക്ടർ എന്നാ അവിടെ ഉണ്ടാകാം ഹോസ്പിറ്റലിൽ? ഞാനിപ്പം നാളെയും കൂടി ലീവാണ്. മറ്റന്നാൾ ഞാൻ ഹോസ്പിറ്റലിൽ. ഓ തീർച്ചയായും ആയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പിന്നെ ഞാൻ പാതി ദൈവം പാതി എന്നാണല്ലോ. നമ്മുടെ ഭാഗത്തുനിന്ന് മാക്സിമം നമ്മൾ ഓക്കെ. എന്നാ ഓക്കെ ഡോക്ടറെ, ഞാൻ എന്തായാലും ശ്രമിക്കട്ടെ. കാര്യങ്ങൾ മറ്റന്നാൾ ഞാൻ ഡോക്ടറെ വന്ന് കാണാം. ഓക്കെ, കാര്യങ്ങൾ നടക്കട്ടെ. എന്തൊക്കെ പറ്റണ്ടേ കാണാനുമില്ല. മഴയുണ്ടായി. എവിടേക്കാ? കേറിക്കോളി. കരിമ്പുരാൻ ആ കേറിക്കോളി. ഓക്കെ. അല്ല എവിടുന്നപ്പോ വരണേ? അതെ, എന്താ പൈസന്റെ എത്ര അത്യാവശ്യം? എന്താ? അതെ, മോളെ കല്യാണം ഉണ്ടോ? എവിടേക്കാ? റെഡിയാ പൈസ? കണ്ണുമൂറ് ക്ഷീണുണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടാവും, മക്കളെ കെട്ടിക്കാനാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ടെൻഷനൊക്കെ ഉണ്ടാവും. എന്ന് എഴുതിയ ടെൻഷൻ ഇങ്ങനെ കൊണ്ടുവരുന്നാ പറ്റുമോ? ജീവിക്കണ്ടേ? അതൊക്കെ ശരിയായിക്കോളും എന്തായാലും. നിർത്തി ഇറങ്ങട്ടെ. അത് അവിടെ 100 രൂപ. എടുത്തിട്ടുള്ളൂ. അല്ല 100 കൊടുക്കല്. പക്ഷെ ഞാൻ 80 എടുത്തിട്ടുള്ളൂ. ഞാന് 80 എടുത്തെന്ന് വിചാരിച്ച് മറ്റുള്ള ഓപ്ഷക്കാരോട് പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ ഞാന് ഒന്നും ഉണ്ടായിട്ടില്ല, അമ്മ പറയുമായില്ല. അതുകൊണ്ട് 80. അല്ല ചോദിക്കാൻ മറന്നുപോയി, എവിടെയാ വീട്? പേരെന്താ? ഞാൻ ചോദിക്കാൻ മറന്നു. നിങ്ങളുടെ പേരെന്താ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഇപ്പൊ ഞാനൊക്കെ അറിയാറുണ്ട്. വീട്ടില് ഉപ്പ ചെറുപ്പത്തിൽ മരിച്ചു. പിന്നെ ഉമ്മി ഞങ്ങള് 5 മക്കളാണ്. ഒരാൾ 2 പെങ്ങളെ കല്യാണം കഴിച്ചു. അതിലൊക്കെ കുറെ ബാധ്യത കിടക്കുന്നുണ്ട്. പിന്നെ ഉമ്മാക്ക് തീരെ സുഖമില്ല. ഉമ്മാക്ക് സംഭവങ്ങളൊക്കെ 2-3 ലക്ഷമൊക്കെ വേണം. അതിപ്പോ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കാൻ ഇങ്ങനെ കുറെ കാലം ഗൾഫിൽ വിദേശത്ത് അതിൻ്റെയൊക്കെ ജോലി ചെയ്തു. ലാസ്റ്റ് നാട്ടിൽ കൂടിയൊക്കെ ഓട്ടോറിക്ഷ മുമ്പൊക്കെ ഓട്ടോ ഉണ്ടായിരുന്നു. ഓട്ടം വളരെ മോശമാണ്. എപ്പോഴും തന്നെ പറ്റില്ല. എല്ലാരും സ്ഥിതിയും അതൊക്കെ തന്നെയാ. സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ ഉണ്ട്. അതിപ്പോ നമുക്ക് ഉള്ളതും ഇല്ലാത്തതും കണക്കാണ്. അവിടെ മരണപ്പെട്ടാലും ബന്ധക്കാരും കൂട്ടക്കാരും പെരുമാറിയിരിക്കും. നമ്മളെ കുടുംബത്തിനെ സഹായിക്കാൻ. ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ഇവൻ ജീവിക്കുന്നത്, എന്താണ് ഇവന്റെ സ്ഥിതി എന്ന് കേൾക്കാൻ ആരുണ്ടാവില്ല. ഇതിന്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദൂരത്തൊന്ന് ഓടി വരും. വിദൂരത്തൊന്ന് ഓടി വന്ന് മയ്യത്തൊന്ന് കണ്ട് ധൃതിയിൽ വരും പോകും. ഇവിടെ വന്ന് നാട്ടുവർത്താനം പറയും ചെയ്യും.
ആണ് ലോകം മൊത്തമുള്ള അവസ്ഥ. നമ്മള് ജീവിതകാലം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അവർക്ക് എത്ര ചെയ്തു കൊടുത്താലും അവസാന ഘട്ടത്തിൽ നമുക്ക് വീട്ടില് തിരക്കുന്നുണ്ടോ? ഞാന് റഷ്യാനെ പോരാടിപ്പിച്ച അവര് കാര്യം വെച്ചപ്പോ പറഞ്ഞില്ല. എല്ലാവർക്കും സങ്കടപ്പാടെ നമ്മളെ കഷ്ടപ്പാട് ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറയുമ്പോ തീരും. ശരി, ആയിക്കോട്ടെ, ശരിയാവും. പാലാല് പോയി കിടക്കണേ, എത്ര നേരമായി പോയിട്ട്. മനസ്സിലാണെങ്കിൽ പായിച്ചിട്ട് നിൽക്കാനും പറ്റാ. മനസ്സിലാണ് പായിച്ചിട്ട് നിൽക്കാൻ പറ്റാ. മനസ്സിൽ ആകെ ഇടങ്ങാറായി ഇത് പോയതിനു ശേഷം ഒരു ഭക്ഷണം ഞാൻ തിന്നിട്ടില്ല. അതിന് ഇങ്ങനെയുള്ള ഭക്ഷണം കൊണ്ടിട്ടാണ് ഞാൻ പോയത്. ഞാൻ ബാങ്കിലേക്കല്ലേ പോയത്. അവിടെ തിരക്കാണ് മനുഷ്യ. ചെക്കന്മാരെ മൊത്തൊക്കെ പോയിണ്ടാവും. ചരല എന്നെ സ്വാഭാവിക നല്ലോ അറിയാം. അയലോക്കത്തേക്ക് നോക്കി അപ്പുറത്തേക്ക് നോക്കിയിട്ട് എനിക്ക് പണി. ആ മോളെ കല്യാണക്കാരൻ തലേ കയറി നിൽക്കുമ്പോഴാണ് ഞാൻ മറ്റു ചെക്കന്മാരെ നോക്കാൻ പോകുന്നത്. എനിക്ക് ഇങ്ങളെ തന്നെ നോക്കാൻ കഴിയുന്നില്ല. നിങ്ങളെ സംശയം തീരൂല മനുഷ്യ. മേക്കപ്പ് ഇട്ടാണ് ഇങ്ങനെ പോണത്. എങ്ങോട്ടാണ് ഇച്ചറിയാം. ഇച്ച് നല്ലോണം അറിയാം. എന്നെ പറ്റി നല്ലോ അറിയാം. എന്നെ സ്വാഭാവിക നല്ലോ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണേ. കൂടെ വന്നുകൂടെ ആ ഞാൻ പോകും. ആ കാണിച്ചു തന്നെ എനിക്ക് ഇത്ര പണിയില്ല. ആ കന്ന പല സംസാരം എനിക്ക് റഷ്യ അവിടെ ഇറങ്ങിയല്ലോ. അപ്പൊ ഞാൻ നാട്ടിൽ എനിക്ക് വർത്തമാനം പറഞ്ഞു. ബാങ്കിൽ പോയി വരിക ഇറങ്ങില്ല. അവര് മറന്നു വെച്ചോ. എന്തായാലും ഇപ്പൊ റിട്ടേൺ കൊണ്ടേ കൊടുക്കാം. എത്താ ഞാനിപ്പോ ഈ പൊതി കണ്ടിട്ടില്ല. എന്താ സ്ഥിതി? ഇതിപ്പോ ഓട്ടോറിക്ഷയിൽ മറന്നു വെച്ച് പോയതാണ്. എല്ലാരും ഒരേ മാതിരി ആവുമോ? ചില പാവം എന്നോട് കുറെ സങ്കടമൊക്കെ പറഞ്ഞു കല്യാണത്തിന്റെ. അതായത് കൊടുക്കാം. പൈസ എവിടെയും കൊണ്ട് ബാങ്കൊന്നും എടുക്കാണ്ട് പോന്നോ? എന്താ മറുപടി പറയാ? ഓ ഞാൻ നേരത്തെ പഠിച്ചോനെ കാണിച്ചല്ലോ. എന്റെ കുട്ടീന്റെ കല്യാണത്തിനുള്ള പൈസയാണ്. ചൂടാ പൈസ കൊണ്ടിട്ടേ. ഞാനേ വണ്ടി നിങ്ങൾ ആള് ഇറങ്ങിപ്പോ നിങ്ങളെ വണ്ടി ഇറങ്ങിപ്പോന്ന് റഷ്യ അല്ലേ? ഞാൻ വണ്ടി കുറച്ച് മുന്നോട്ട് പോയി നിർത്തി നോക്കിയപ്പോ പുറകില് സീറ്റിൽ ഒരു പൊതി. അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് കുറച്ച് സങ്കടമൊക്കെ പറഞ്ഞ റഷ്യ എന്ന് പറഞ്ഞാൽ അവരിതായിരിക്കില്ല. ഇതിപ്പോ ഞാൻ എന്റെ കൈ കിട്ടിയതുകൊണ്ട് ഇത് കിട്ടി. ഞാൻ വഴിയിൽ നിന്ന് ആരും വണ്ടിയിൽ കയറാത്തോണ്ട് ഇത് യാദൃശികമായിട്ട് ആരെങ്കിലും കയറി ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടതാണ്. എന്നിട്ടാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ പൊതി കിട്ടൂല. നിങ്ങളെ ഭാഗ്യത്തിന് പൊതി എന്റെ കയ്യിൽ കിട്ടി. എന്നെ പോലെ ആവുമല്ലോ എല്ലാ ഡ്രൈവർമാരും. ഓക്കെ. അതോ നിങ്ങളായിട്ടാ കൊണ്ടു തന്നത്. ഇത്രയും നേരം നമ്മളിവിടെ തെരഞ്ഞു കളിക്കുകയിനി. മൊയ്തൊക്കെ ഒന്നങ്ങോട്ട് വന്നേ. വലിയ സന്തോഷമുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ എന്റെ കുട്ടീന്റെ കല്യാണം. ഇപ്പൊ കണ്ടില്ലേ ആ ഓട്ടോറിക്ഷക്കാരൻ നല്ലോണം ആ പൈസ കിട്ടി. വേറെ ആരെയും കയ്യിൽപ്പെട്ടിട്ടുണ്ടെങ്കിലേ ആ പൈസ കിട്ടൂലേ. എന്താ ഇതൊക്കെ ഇവിടെ പ്രശ്നം? അതിവിടെ എന്നും പതിവാ. അങ്ങോട്ട് കേൾക്കണ്ട മതി. അത് എല്ലായിടത്തും കേൾക്കും. ഓള് ചിലപ്പോ സ്വഭാവിച്ചു പറ്റണില്ല. അല്ല മൊയ്തൊക്ക ഒരു കാര്യം പറയണ്ടേ? നിങ്ങൾ പെരും കച്ചറകളെ എന്നും വീട്ടില് ഇത് അങ്ങോട്ട് റോട്ടുമ്പോ അലക്കുന്നുണ്ടല്ലോ. ഉള്ള കാലം നിങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് സന്തോഷമായിട്ട് ജീവിച്ചൂടെ? മരിച്ചു പോകേണ്ട തടിയല്ലേ നിങ്ങൾക്കൊക്കെ? മരിച്ചു നമുക്കൊക്കെ മരിച്ചു പോകണല്ലേ? ബഷീറേ, എനിക്ക് ഓളോടൊരു വെറുപ്പില്ല. എനിക്ക് ഓളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാലേ ഇന്നത്തെ കാലഘട്ടം മോശമാണ്. എല്ലാവരും ചെക്കന്മാരൊക്കെ LDM കഞ്ചാവാണ്. അതുകൊണ്ടാണ് ഞാൻ ഓളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേ. അല്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല.